RRR എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മഹേഷ് ബാബുവിനെ നായകനാക്കി പുതിയ സിനിമ ഒരുക്കുകയാണ് SS രാജമൗലി. വിജയേന്ദ്ര പ്രസാദിന്റെ തിരക്കഥയിലൊരുങ്ങുന്ന ചിത്രത്തിന് വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് മലയാളി താരമാണ്. ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായി എത്തുന്ന സിനിമയിൽ മഹേഷ് ബാബുവിന് വില്ലനായി നടൻ പൃഥ്വിരാജ് എത്തുമെന്ന വാർത്തകളാണ് പുറത്തെത്തിയിരിക്കുന്നത്. തെലുങ്ക് സിനിമകളിൽ സ്ഥിരം കാണുന്ന വില്ലൻ കഥാപാത്രമായിരിക്കില്ല പൃഥ്വിരാജിൻ്റേത്. ചെയ്യുന്ന ഓരോ കാര്യത്തെയും നീതീകരിക്കുന്ന വ്യക്തമായ ഒരു കഥയുണ്ടാകും ഈ കഥാപാത്രത്തിന്. സിനിമയുമായി ബന്ധപ്പെട്ട് രാജമൗലിയും പൃഥ്വിരാജും ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് പിങ്കിയിലെ റിപ്പോർട്ട് ചെയ്തു. ഹനുമാനുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ മഹേഷ് ബാബുവിന്റെ കഥാപാത്രത്തിൽ രാജമൗലിയും വിജയേന്ദ്ര പ്രസാദും എഴുതി ചേർത്തിട്ടുണ്ട്. അതിനാൽ മഹേഷ് ബാബുവിന്റെ കഥാപാത്രത്തിന് ഹനുമാന്റെ സ്വാഭാവിക സവിശേഷത ഉണ്ടായിരിക്കും. ഹോളിവുഡിൽ നിന്നുള്ള വലിയൊരു സ്റ്റുഡിയോ ആയിരിക്കും ചിത്രം നിർമ്മിക്കുക. സിനിമയുടെ ചിത്രീകരണം ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ് സിനിമയിൽ നിന്ന് ഏറ്റവും ആരാധകരുള്ള സംവിധായകരിൽ ഒരാളാണ് ലോകേഷ് കനകരാജ്. സൂപ്പർ താരങ്ങളുടെ താരമൂല്യത്തെ പുതുകാലത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച് അവതരിപ്പിക്കാൻ സാധിക്കുന്നിടത്താണ് ലോകേഷിന്റെ വിജയം. കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമായ ലിയോയ്ക്ക് ശേഷം ലോകേഷ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി. രജനീകാന്താണ് നായകൻ. ലോകേഷിന്റെ സംവിധാനത്തിൽ ആദ്യമായി രജനീകാന്ത് നായകനാണ് ചിത്രമെന്ന നിലയിൽ പ്രഖ്യാപന സമയത്ത് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണിത്. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ ഛായാഗ്രഹനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകേഷ് കനകരാജ്. മലയാളി ഛായാഗ്രഹൻ ഗിരീഷ് ഗംഗാധരാണ് കൂലി ചിത്രീകരിക്കുക. ഒരു ലോകേഷ് ചിത്രത്തിന് ഗിരീഷ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് 2ാം തവണയാണ്. കമൽഹാസൻ നായകനായ ചിത്രം വിക്രമായിരുന്നത്. കോളിവുഡിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ ഫീച്ചർ ചിത്രമാകും കൂലി. വിക്രം കൂടാതെ AR മുരുകദാസിന്റെ വിജയ് ചിത്രം സർക്കാരും ബിജോയ് തമ്പിയരുടെ ദുൽഖർ ചിത്രം സോളയും ചിത്രീകരിച്ച ഗിരീഷ് ആയിരുന്നു. സമീർ താഹിറിന്റെ സംവിധാനത്തിലെത്തിയ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് ഗിരീഷ് ഗംഗാധരൻ സ്വതന്ത്ര ഛായാഗ്രഹനാകുന്നത്. സമീറിന്റെ തന്നെ കാലി, ജോൺ പോൾ ജോർജിന്റെ ഗപ്പി, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട്, ടിനു പാപ്പച്ചന്റെ സ്വാതന്ത്ര്യം, അർദ്ധരാത്രി തുടങ്ങിയവയാണ് ശ്രദ്ധേയ വർക്കുകൾ. തെലുങ്കിൽ മാജിക് എന്ന ചിത്രവും വിജയ് ദേവരക്കൊണ്ട നായകനാകുന്ന മറ്റൊരു ചിത്രം ഗിരീഷിന്റെ ഛായാഗ്രഹണത്തിൽ വരാനുണ്ട്.